ഓ ഒടുക്കത്തെ മഴ, ഒരു മര്യാദയെങ്കിലും വേണ്ടേ? ആ സത്യം, ഈയിടയ്ക്കായിട്ട് ഈ സാധനം ഭയങ്കര അണ്ടർച്ചതാണ്. ആണേ, ഇപ്പൊ ജെറ്റ് കയറി. നീ എവിടെ പോകുന്നു? എടാ ഞാൻ എന്റെ ഡ്രസ്സ് അലക്കാൻ ഇട്ടിട്ടുണ്ട്, എടുത്തിട്ട് തരാം. അടുത്ത വെയ്ത്തിന് സമയമായി. എന്റെ പൊന്നമ്മ, എന്തോരം പ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ പറയാ, എന്തിനാണ് വീണ്ടും വീണ്ടും വിളിച്ച് ഈ കാര്യം പറയുന്നേ? ഞാൻ വിളിച്ചോളാന്ന്. ആ കാര്യം ഞാൻ എന്താ വെറുതെ ചെയ്യുന്നേ? ഒരു മാസം മുമ്പല്ലേ ഞാൻ വന്നത്. എനിക്കിനി വീണ്ടും വരാനൊന്നും പറ്റില്ല. എന്തോരം പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവും. ഞാൻ ചെയ്തോളാം. ആ കാര്യം പറഞ്ഞ വീണ്ടും വീണ്ടും വരാനില്ല. ഞാൻ ചെയ്തോളാം. ശരി അമ്മ, ഞാൻ വരാം. എടാ നിനക്ക് ചായ വേണം? ആ ആ എത്രാമത്തെ പ്രാവശ്യം ഇതിനെ വിളിച്ച് പറയുന്നു? അമ്മ അവനോട് പറഞ്ഞാൽ പോലെ. അമ്മ ഈ കാര്യങ്ങളൊക്കെ നോക്കി. ആ മനസ്സിലായി മനസ്സിലായി, ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ എന്നാ പ്രശ്നം? ഒന്നുമില്ല. ആ ശരി. എടാ നീ എന്തായാലും ചായ വെക്കല്ലേ? ആ ബ്രെഡും കൂടെ ഒന്ന് എടുക്കോ. എടാ ഞാൻ ചായ ഇടുവല്ലേ, നിനക്കൊന്ന് എടുത്തൂടെ? എന്താ ഇന്നത്തെ പ്രശ്നം? ഓ സ്ഥിരം പല്ല് തന്നെ. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിട്ട്. നമ്മളിവിടെ കരിയറൊന്നും സെറ്റാക്കാതെ അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്തോരം പ്രാവശ്യം വിളിക്കും, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്കാണ് ദേഷ്യം വന്നിട്ട്. ഇതാണ് ഇത്ര വലിയ പ്രശ്നം. എടാ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അമ്മ ഒരുമാതിരി ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇനിയുള്ള കാലം അവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടി പറയാം. എടാ അതിപ്പോ നിന്നെ കുറ്റം പറയാൻ പറ്റില്ല, നിന്റെ അമ്മേനെ കുറ്റം പറയാൻ പറ്റില്ല. നിനക്ക് ഇതിന്റെ ഫ്യൂച്ചർ നോക്കണ്ടേ? എടാ കാര്യം നമ്മളിവിടെ വലിയ മലമറിച്ചിട്ടൊന്നും അല്ല. എനിക്ക് വേണമെങ്കിൽ അച്ഛന്റെ കടയെ നോക്കി ജീവിക്കാം. പക്ഷെ നമ്മൾ ഇതുവരെ പഠിച്ചല്ലടാ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ. അതും ശരിയാണ്. നല്ല ഞാൻ പോയി മെഴുകുതിരി എടുത്തു വെച്ചും വരാം. നല്ല മണണ്ടാ. താഴെ ബീഫാന്ന് തോന്നുന്നു. ഈ ബീഫിന്റെ മണം വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. പണ്ടൊരു 10-12 വയസ്സാണ്. അന്ന് ഞാൻ ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോയിട്ട് ക്ഷീണിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് എല്ലാ വീട്ടിലും ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ മണം ഉണ്ടാകും. ഞാനാണെങ്കിൽ ഇത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. അപ്പം ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു ഓടിട്ട വീടാണ്, അപ്പോൾ സാമ്പത്തികമായിട്ടൊന്നുമില്ല. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ അമ്മ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചു, അമ്മ ഇന്ന് ചിക്കനോ ബീഫോ ഉണ്ടോ? അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ഒന്നുമില്ല, നീ അപ്പുറത്തോടെ പോയി കളിക്കും. ഞാനാണെങ്കിൽ വിഷമത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വിശന്നിരിക്കുന്ന സമയത്ത് അമ്മ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും ഒരു കറിയായിരുന്നു, മോര് കൂട്ടാനുണ്ടായിരുന്നു, അതും കൊണ്ടുവന്ന് ഒരു ഉരുള എൻ്റെ വായിൽ തന്നു. അതിന് വല്ലാത്ത രുചിയായിരുന്നു. ഇന്ന് പണമുണ്ട്, നമുക്ക് ചിക്കനോ ബീഫോ ഇഷ്ടമുള്ള എല്ലാം വേണം. പക്ഷേ അന്ന് കഴിച്ചതിൻ്റെ അത്ര ടേസ്റ്റ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ അമ്മയൊന്ന് വിളിക്കാം.
ഒരാഴ്ച പോയി നിൽക്കാമല്ലോ. ആ വെട്ടം വന്നല്ലോ. ആ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും വെട്ടം വന്നല്ല. ഹലോ അമ്മേ.